നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ കലയരങ്ങിൻ്റെ ആദ്യത്തെ ദിവസമായ ശനിയാഴ്ച തന്നെ. ഈ ശനിയാഴ്ച ദിവസത്തിൽ ഞാനൊരു പാചകത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ആഴ്ച മുൻപായിട്ട് നമ്മുടെ കുടിക്കകത്തുനിന്ന് തന്നെയാണ് ഒരു വലിയ കൊല പാളയംകുടം കായ്, മൈസൂർ പൂവെന്നും പറയൂ കേട്ടോ. അങ്ങനെ ഒരു വലിയ കൊല കായ് വെട്ടി കെട്ടിത്തൂക്കി. അപ്പോൾ അത് കുറേശ്ശെ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ നിറം മാറി തുടങ്ങിയപ്പോഴാണ് കെട്ടിത്തൂക്കിയിട്ടത്. പിന്നീട് ഇവിടെ നിറം മാറുന്നത് എല്ലാവരും ഉരിഞ്ഞുരിഞ്ഞ് തിന്നും. അങ്ങനെ തിന്നു കുറച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ കായ്ക്കൊല മൊത്തം അങ്ങോട്ട് പഴുത്തു. പാളയംകുടം പഴം തിന്നു. ഇനി കുറച്ചൊക്കെ ഞാൻ അടുത്തുള്ളവർക്ക് കാണുന്നവർക്കൊക്കെ 2 പഴം തിന്നു. കുട്ടികളെ സ്കൂളിൽ പോകണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ മോനെ ഒരു പഴം തിന്നെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ടും ബാക്കി വരിക. എനിക്കാണെങ്കിൽ നല്ല കായ്, ഒരു കൊല്ലം കാത്തിരുന്നിട്ടല്ലേ നമുക്കൊരു കൊല്ലം കിട്ടണത്. ആ പഴം അങ്ങ് വെറുതെ കളയാനൊരു മടി. ഞാൻ ഈയിടെ യൂട്യൂബിൽ ഒരു പാചക സ്ഥിതി കാണുന്നുണ്ടായി. അതുണ്ടാക്കി നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ശരി, അത് തന്നെ ഒന്ന് അങ്ങോട്ട് പരീക്ഷിക്കാം എന്ന് കരുതി ഞാൻ ഇന്ന് പാളയംകുടം പഴം കൊണ്ട്, അതായത് മൈസൂർ പൂവൻ പഴം കൊണ്ട് ഒരു അലുവ ഉണ്ടാക്കി. ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഉണ്ടാക്കി അവിടെ വെച്ച് എടുത്ത് നിങ്ങളെ കാണിച്ചു തരണു. അതിനുശേഷം ഇത്തിരിയൊക്കെ നിങ്ങൾക്കും കൂടി തന്നിട്ട് അങ്ങോട്ട് കഴിക്കാൻ വെച്ചേക്കുക. എന്താ ചെയ്തതെന്ന് പറയട്ടെ. പാളയംകുടം പഴം ഒരു 10-12 പഴം അങ്ങ് തൊണ്ട് കളഞ്ഞ് ഒന്ന് മുറിച്ച് മിക്സിയിലേക്ക് അങ്ങോട്ട് ഇട്ടു. പിന്നീട് അതിൻ്റെ കൂടെ ഞാനൊരു 2 സ്പൂൺ മൈദ അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ടു. പിന്നെ 2 സ്പൂൺ അരിപ്പൊടി നിനക്ക് ഉണ്ടാക്കണില്ലേ, പാലപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയണ, ഇടിയപ്പം അപ്പം എന്നൊക്കെ പറയണ പാക്കറ്റ് കിട്ടണ പൊടിയില്ലേ, ആ അരിപ്പൊടി അതും ഒരു 2 സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ പാളയംകുടം പഴവും ഈ മൈദയും പിന്നെ ഈ അരിപ്പൊടിയും എല്ലാം കൂടി അരയ്ക്കുമ്പോൾ അതിൽ ഇത്തിരി ഒരു പിടുത്തത്തിന് കട്ടിയായിട്ടുള്ള വരണതൊന്നും തന്നെയില്ല. അതിനിപ്പോൾ എന്താ വേണ്ട നോക്കിയപ്പോൾ എന്താ, നമ്മുടെ റവയല്ലേ ഇരിക്കണേ, ഫ്രൈഡ് റവ ഇട്ടു 1 സ്പൂൺ. ആ ഫ്രൈഡ് റവയും ഇട്ടു. ഒരു നുള്ള് ഉപ്പിട്ടു. അത് കഴിഞ്ഞപ്പോൾ അത് അരഞ്ഞു പിടിച്ച് വരും. മധുരം, ഈ പാളയംകുടം പഴത്തിൻ്റെ മധുരം പോരാ അലുവയ്ക്ക്. അപ്പം എന്ത് ചെയ്തു, ഒരു ഉണ്ട ശർക്കരയുടെ 4/1 പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിന്, ഒരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിനുള്ള ഒരു ഉണ്ടയുടെ അത്ര തന്നെ വരില്ല. അതങ്ങോട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് കയറ്റി വെച്ച് അമ്മിക്കല്ല് വെച്ചിട്ട് അങ്ങോട്ട് പൊടിച്ചു. ആ പൊടിച്ചിട്ടുള്ളതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. പിന്നെ പോയിട്ട് ചുക്കും ജീരകവും പഠിച്ചതിരിക്കണ്ടേ, എന്തിനപ്പം വേണ്ടാക്കണേ, അതും അങ്ങോട്ട് കുറച്ചിട്ടു. 2-3 ഏലക്കായ ഒന്നും അങ്ങോട്ട് ചതച്ച് അതും ഇട്ടു. ഒരു നുള്ള് ജീരകം അമ്മി വെച്ചിട്ടൊന്ന് പൊടിച്ച് അതും ഇട്ടു. ചുക്കും ജീരകം പൊടിച്ചതിൽ ജീരകം ഉണ്ട്, അതുകൊണ്ട് അത് മതി. പക്ഷെ ഞാൻ ഇത്തവണ ഉണ്ടാക്കിയല്ലേ ജീരകത്തിൻ്റെ ആ ഇട്ടിപ്പം അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഒരു നുള്ളു ജീരകവും അഡീഷണലായിട്ട് ഇട്ടു. അപ്പം എല്ലാ സംഭവങ്ങളും റെഡിയായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു, മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ, ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ അങ്ങനെ അസലായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു. നല്ല സൂപ്പറായിട്ട് നല്ലതായിട്ട് അരഞ്ഞ് അതൊരു ബേസിനിടയ്ക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ടോ ഹിൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി അങ്ങോട്ട് വെച്ചു. അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് നെയ്യൊഴിച്ചു. ഹിൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയിൽ ഇത് വരട്ടിയെടുത്തിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് മനസ്സിലെ പ്ലാൻ. അപ്പോൾ അതിന് മുൻപായിട്ട് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ തേങ്ങാക്കൊത്തോ ബദാം പരിപ്പോ കപ്പലണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും വറുത്ത് കോരി വയ്ക്കാം. ആ വറുത്ത് കോരി വെച്ചേക്കണതൊക്കെ ആദ്യം മാറ്റി വെച്ചിട്ട് പിന്നെ ഉള്ള നെയ്യിലേക്ക് നമ്മുടെ ഈ മിശ്രിതം അങ്ങോട്ട് ഒഴിച്ച് അസലായിട്ട് അങ്ങോട്ട് വരട്ടണം. അതാണ് വേണ്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എനിക്ക് തോന്നി, ഇന്ന് പുതിയ ആപ്പിൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും കശുവണ്ടിയും ഇതും
ഒക്കെ പലരും തേങ്ങാക്കുത്തുമൊക്കെ ഇട്ടിട്ട് പലരും നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി അവിടെ എത്തിയിട്ട് അതിൽ നിന്ന് ഒരു ആപ്പിളും കൊണ്ടെടുത്തു. ആപ്പിൾ പൊന്തി ചെയ്യുവാൻ എന്ന് കരുതിയിട്ട് ആപ്പിള് വറക്കാനും പിടിക്കാനും ഒന്നിനും പോയില്ല. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് ആ നെയ്യിലേക്ക് ഈ നമ്മൾ അരച്ച് വെച്ചേക്കണം മിശ്രിതം അങ്ങോട്ട് ചേർത്ത് അസലായിട്ട് തീ പതുക്കനെ ആയിട്ട് അസലായിട്ട് അത് വിട്ട് പോരും കേട്ടോ. ചീഞ്ചട്ടിയിൽ നിന്ന് വിട്ട് പോരും. അപ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പരന്ന ഒരു കാസറോളാണ് ഞാനെടുത്തത്. കാസറോളിൻ്റെ അടി എന്തായാലും വട്ടത്തിലാവും. കുറച്ച് സ്ഥലം ഇങ്ങനെ പൊങ്ങിരിക്കുക, അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയിലാവണ്ട. കാര്യം ഇത് വെന്തതൊക്കെ ആണെങ്കിൽ അത്ര കട്ടിയുള്ള അലുവയാവണ്ട. എന്നിട്ട് ഒരു വാഴയുടെ ഇല മുറിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ അടിയിൽ വട്ടത്തിന് പാകത്തിന് അങ്ങോട്ട് മുറിച്ചെടുത്തു. ഈ വാഴയുടെ ഇല വാട്ടുകയും ചെയ്തു കേട്ടോ. ഈ വാഴയില വാട്ടിയതിന് ഒരു പ്രത്യേക വാസനയുണ്ട്. ഒരു എന്താ പറയണ്ടേ, ഒരു പ്രത്യേക സുഖം. ഇഷ്ടപ്പെടുന്നവർക്കതാ. ഈ ചോറൊക്കെ നമ്മൾ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ആ പൊതി അങ്ങോട്ട് അഴിക്കുമ്പോൾ വാടിയ വാഴയുടെ ഇലയുടെ ആ മണം അത് ചിലർക്കൊക്കെ ഇഷ്ടമാവും, ഇഷ്ടമല്ലാത്തൊരു വേണ്ട നെയ്യ് തന്നെ. അപ്പം ഞാൻ ഈ വാഴയുടെ ഇല എനിക്കതിൻ്റെ മണം ഇഷ്ടമാണ്. ഇതിൽ ആ മണം വരുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി വാഴയില വാട്ടി അതിനെങ്ങനെ നാലാക്കി മടക്കി റൗണ്ടിൽ ഇങ്ങനെ കത്രികയ്ക്ക് വെട്ടിയെടുത്ത് അടിയിൽ അങ്ങോട്ട് ഫിറ്റായിട്ട് വെച്ചിട്ട് ഇത്തിരി നെയ്യ് പുരട്ടി അടിയിൽ ഇത്തിരി നല്ലോണം നെയ്യ് ഇങ്ങനെ പുരട്ടിയുള്ളൂ കേട്ടോ. ഒരു 1/2 സ്പൂൺ ഒഴിച്ചിട്ട് എല്ലായിടത്തും ആക്കി പുരട്ടിയിട്ട് ആ പാത്രം അവിടെ വെച്ചു. എന്നിട്ടാണ് ഈ ആപ്പിളും അരിഞ്ഞു വെച്ചു. ആപ്പിൾ എങ്ങനെ നമ്മൾ ഈ സ്ക്രൈബ് ചെയ്യില്ലേ ഇങ്ങനെ ഉരസി അതിൽ ഒരാപ്പിൾ അങ്ങോട്ട് ചീവി വെതറി അത് അധികം ഇങ്ങനെ മാറി ചെയ്യണം. അതല്ല വെച്ചാൽ ഒരു പകുതി അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ ഈ വാഴയുടെ ഇല വച്ചേക്കണതിൻ്റെ മുകളിലേക്ക് ഏറ്റവും അടിയിൽ തന്നെ അങ്ങോട്ട് ചീവി അങ്ങോട്ട് ഇട്ടു. അങ്ങനെ സെറ്റാക്കി വെച്ചേക്കാം. എന്നിട്ട് മാവ് ഈ കൂട്ട് അടുപ്പത്ത് വെച്ച് ചീഞ്ചട്ടിയിൽ വരട്ടി അത് നല്ല പാകമായി. ഒന്നും പിടിക്കില്ല. ചീഞ്ചട്ടിയുമെന്ന് എല്ലാം വിട്ട് പോരും. നല്ല കുറുകിയിട്ട് ഇതിനൊക്കെ ഉണ്ടാക്കണില്ലേ നമ്മൾ നൂലപ്പത്തിനൊക്കെയുള്ള പാകം പോലെ അസലായിട്ട് കുറുകി ആ കുറുക്ക് അങ്ങോട്ട് വെള്ളം വറ്റിയൊരു പാകമായി കഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കണം വാഴയുടെ ഇലയിലേക്ക് ഈ കുറുക്ക് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഇത് ആപ്പിള് ചീവി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിയിൽ നിരത്തി ഒരു പകുതി ആപ്പിള്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു. എല്ലാം അടിച്ചൊഴിച്ച് കഴിഞ്ഞ് റെഡിയാക്കി കൈയൊന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് അതിൻ്റെ മീതിയൊക്കെ ഒന്ന് അങ്ങോട്ട് മിനുസാക്കി അടിച്ച് നല്ലതുപോലെ മിനുസാക്കി അതിൻ്റെ മുകളിൽ മറ്റേ ആ പഴയ ആപ്പിളും പകുതി ആപ്പിൾ ആദ്യം എടുത്തു. പിന്നത്തെ പകുതി ആപ്പിളും അങ്ങോട്ട് ചീവി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അങ്ങനെ അവയ്ക്ക് അത് തണുക്കാൻ വേണ്ടി അവിടെ അങ്ങോട്ട് വെച്ചു. അതുണ്ടാക്കി വെച്ചേക്കുമ്പോൾ ഒരു 3-3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സന്ധ്യ കഴിയുമ്പോൾ ചായക്കൊക്കെ ആൾക്കാരൊക്കെ എത്തണകയല്ലേ ഉള്ളൂ. അതിന് മുൻപായിട്ട് ഞാനപ്പോൾ അത് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാനും നിങ്ങൾക്ക് ഓരോ കഷ്ണം അലുവ തരാനുമായിട്ടപ്പോൾ വന്നേക്കണേ. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ. ഓണമേറ്റ പറഞ്ഞാൽ കൊള്ളില്ലല്ലോ. ഇതിൽ ഞാൻ വലിയ എക്സ്പെർട്ടാ, പടിരാളെ ഉണ്ടാക്കാറുണ്ട്. ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പാളയംകുടം പഴം കൊണ്ട് അല്ലെങ്കിൽ മൈസൂർ പഴം കൊണ്ട് ഒരു അലുവ ഉണ്ടാക്കുന്നത്. നമ്മൾ അലുവയൊക്കെ തിന്നണത്താണല്ലോ ഹലുവ. അതുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ ഹലുവ കാസറോളിൻ്റെ അടിയിലങ്ങോട്ട് വെച്ചെടുത്തപ്പോൾ ഇതുപോലെ വന്നു. ഇതിൻ്റെ അടുത്ത് താഴെ ഒരു പീസ് ഞാൻ ഇങ്ങനെ കത്തിക്ക് വെച്ച് മുറിച്ചിങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഈ കഷ്ണം ഇത് നിങ്ങളെ കാണിച്ചു തരണമെന്ന് വെച്ചാൽ ഇതാണ് ഹലുവ. പാളയംകുടം പഴം അലുവ അല്ലെങ്കിൽ മൈസൂർ പൂവൻ്റെ രുചിയുള്ള അലുവ. ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല, ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഇതിലേക്ക് വെച്ചു. ഇതിൽ നിന്നൊരു പീസ് ഇപ്പോൾ എടുത്തിട്ട് ഞാൻ തിന്നാൻ പോവുകയാണേ. എനിക്ക് പൊതിയൊന്നും കിട്ടില്ല, കഴിക്കാൻ പോവാട്ടോ. എൻ്റെ ചങ്ങാതിമാരെ, ഈ സംഭവം അടിപൊളിയാണ്. എനിക്കിപ്പോൾ ഇതിൽ ഇത്തിരി പോരായ തോന്നണത് ഇത്തിരി കൂടി ആവാർന്നു ചുക്കും ജീരകവും എന്ന് മാത്രമേ തോന്നുള്ളൂ. ബാക്കിയുള്ള കാര്യം ഒരു 10-15 പാളയംകുടം പഴം
നമുക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ വേറൊരു വെറൈറ്റി ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണില്ലേ? അപ്പോൾ ഇന്നത്തെ പാചക രീതിയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ മൈസൂർ പഴത്തിൻ്റെ അലുവ, അല്ലെങ്കിൽ പാളയങ്കോടൻ പഴത്തിൻ്റെ അലുവ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ, പക്ഷെ ഇപ്പോൾ ഒരു കഷ്ണം തിന്നു നോക്കി, ഒരു കുഴപ്പമില്ല. നല്ല ധൈര്യമായിട്ട് നമുക്ക് ആരുടെ മുൻപിലും ഇത് പാളയംകുളം പഴത്തും കൊണ്ട് ഞാനുണ്ടാക്കിയ അലുവ കേട്ടോ, ഒരു കഷ്ണം തിന്നു നോക്കൂ എന്ന് പറഞ്ഞ് ആരുടെ മുമ്പിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി അല്ലേ? അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നമുക്ക് പറ്റുന്നേ, വയസ്സായി എനിക്ക് പറ്റണം എന്നിട്ടാണോ പിന്നെ നിങ്ങൾക്ക് പറ്റാത്തത്? അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ പാളയംകുടം പഴം കിട്ടുമ്പോൾ ഒരു ഹലുവ ഉണ്ടാക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. പാളയംകോടൻ പഴം കൊണ്ടൊരു ഹലുവ. കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? വേണമെങ്കിൽ 2-3 അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ മീതെ മത്തി വെച്ചൊന്ന് അലങ്കരിക്കായിരുന്നു. ഞാനതൊന്നും നോക്കിപ്പോയില്ല. അപ്പം എങ്ങനെയാവട്ടെ. എല്ലാവർക്കും